നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. ഇൻഫെർട്ടിലിറ്റി എന്താണ് വന്ധ്യത, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരാം, പുരുഷന്മാരുടെ ഭാഗത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരാം, ഇത് എങ്ങനെ നമ്മൾ തിരിച്ചറിയാം, എന്തൊക്കെ ടെസ്റ്റുകളാണ്, എന്തൊക്കെ സ്കാനുകളാണ് ഇതിന് ചെയ്യേണ്ടത്, ഇത് പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചികിത്സകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. വന്ധ്യത എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ ഇടയിൽ പല ആളുകളും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് വന്ധ്യത. വന്ധ്യത എന്ന് പറയുന്നത് ഒരു വർഷത്തോളം അല്ലെങ്കിൽ 12 മാസത്തോളം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷവും കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ, കൺസീവ് ആവുന്നില്ലെങ്കിലാണ് നമ്മൾ മെഡിക്കലി അതിനെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുകയുള്ളൂ. ഈ വന്ധ്യതയുടെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. വന്ധ്യതയുടെ കാരണങ്ങൾ പറയുമ്പോൾ വന്ധ്യതയുടെ കാരണത്തിന് സ്ത്രീയും പുരുഷനും ഒരുപോലെ പങ്കെടുക്കും. ചില നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണത, ചില സമയത്തൊക്കെ നമ്മുടെ പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത്, ഇൻഫെർട്ടിലിറ്റി കേസ് വരുന്ന സമയത്ത് പുരുഷന്മാർ ചെയ്യുന്ന ഒരു പതിവുണ്ട്. കാരണം എല്ലാം സ്ത്രീകളുടെ തലയിലേക്ക് ആക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തത്, എനിക്കൊന്നും പ്രശ്നമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ള ആ ഒരു ധാരണയിൽ സംസാരിക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ കാരണം കൊണ്ട് മാത്രമല്ല വന്ധ്യത വരുന്നത്. സ്ത്രീയുടെ കാരണങ്ങൾ കൊണ്ട് വരാം, അതേപോലെ തന്നെ പുരുഷന്മാരുടെ കാരണങ്ങൾ കൊണ്ടും വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാരണത്തിലേക്ക് കടക്കാം. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹോർമോണൽ ഇംബാലൻസ്. ഈ ഹോർമോണൽ ഇംബാലൻസ് സ്ത്രീകൾക്ക് വരാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം 2 കാരണങ്ങളാണ്. ഒന്ന് PCOD എന്ന് പറയുന്ന അസുഖം, അതുപോലെ തന്നെ തൈറോയിഡ് പ്രോബ്ലം. ഈ തൈറോയിഡ് പ്രോബ്ലം കാരണവും PCOD കാരണമായിട്ടാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന ബ്ലോക്ക്, നമ്മൾ അണ്ഡാശയത്തിൽ അണ്ഡം ഉൽപ്പാദിപ്പിച്ച് അത് ഗർഭപാത്രത്തിലേക്ക് വരുന്ന ആ ഒരു ചാനലാണ്, ട്യൂബാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലോക്കോ അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും സർജറി ചെയ്തതിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു അടവോ എന്തെങ്കിലും രീതിയിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാരണമായിട്ടും നമുക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗർഭപാത്രത്തിൽ വരുന്ന മുഴകൾ, എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലുള്ള മുഴകൾ, ഗർഭാശയ മുഴകൾ ഈ വന്ധ്യതയ്ക്ക് കാരണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാരണമാണ് പ്രായം എന്നുള്ളത്. ഒരു 35 വയസ്സിനൊക്കെ ശേഷം സ്ത്രീകൾക്ക് ഇത് കൺസീവ് ആവാനുള്ളൊരു കപ്പാസിറ്റി കുറഞ്ഞു വരുമെന്നുള്ളതാണ്. ലേറ്റ് മാരേജ് ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത. ഇനി പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരാമെന്നുള്ളത് നമുക്ക് നോക്കാം. പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ടും അവരുടെ കൗണ്ടിൽ ഉണ്ടാകുന്ന, ബീജത്തിൻ്റെ കൗണ്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. ബീജത്തിൻ്റെ കൗണ്ട് കുറയുന്നതാവാം, അല്ലെങ്കിൽ കൗണ്ട് തീരെ ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ബീജത്തിൻ്റെ വേണ്ട രീതിയിലുള്ള ചലനശേഷി, മോട്ടിലിറ്റി ഇല്ലാത്തതാവാം പ്രശ്നം. അപ്പോൾ ഈ കൗണ്ട് ഉണ്ടായാൽ തന്നെ മോട്ടിലിറ്റി ഇല്ലെങ്കിലും ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി മോട്ടിലിറ്റി ഉണ്ട്, കൗണ്ടും കറക്റ്റായിട്ടുണ്ട്, എന്നാൽ പോലും ബീജത്തിന് എന്തെങ്കിലും രീതിയിൽ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബീജത്തിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിലോ, ബീജത്തിൻ്റെ കുറവ് മൂലമോ, അല്ലെങ്കിൽ ബീജത്തിൻ്റെ മോട്ടിലിറ്റി പ്രശ്നം കാരണമോ എന്തുണ്ടാവാം, വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പറഞ്ഞതുപോലെ ഹോർമോണൽ ഇംബാലൻസ്, ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺ ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം പുരുഷന്മാർക്ക് വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെരിക്കോസീൽ എന്ന് പറയുന്ന കണ്ടീഷൻ, നമ്മുടെ സ്ക്രോട്ടത്തിലുള്ള വെയിന് തടിച്ചു വരുന്ന ഒരു അസുഖമാണ് വെരിക്കോസീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും കറക്റ്റായിട്ട് ആ ബീജം ഒരു പാസിങ്ങിൽ വളരെ ബുദ്ധിമുട്ട് വരികയും തടസ്സങ്ങൾ വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാരണവും പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് വന്ധ്യതയ്ക്ക് കാരണമാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണശീലങ്ങൾ, സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് വന്ധ്യത വരുന്നുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെ റൂൾ ഔട്ട് ചെയ്യാം, എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സ്ത്രീകളുടെ കാരണം തിരിച്ചറിയാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹോർമോണിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് AMH, LH, FSH, അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ ഹോർമോൺ. ഇത്തരം ഹോർമോണിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റുകളാണ് രക്തത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് അണ്ഡാശയത്തിൽ എന്തെങ്കിലും മുഴകളോ കുമിളകളോ PCODയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും മുഴകളോ മറ്റോ ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി
നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂബിൽ ആ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കോ മറ്റോ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് HSG എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടെസ്റ്റുകളുടെ പേരൊന്നും കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകളാണ്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ഡോക്ടർ അതിനനുസരിച്ച് ചെയ്യുമെന്നുള്ളതാണ്. ഇനി പുരുഷന്മാരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ, കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്പർ 1 ആയിട്ട് പറയാനുള്ളത് സ്പേം കൗണ്ട് നോക്കുക എന്നുള്ളതാണ്. സ്പേം കൗണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കൗണ്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മോട്ടിലിറ്റി അറിയാൻ പറ്റും. അതിൻ്റെ മോർഫോളജി, ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും വൈകല്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒറ്റ ടെസ്റ്റ്, ഈ കൗണ്ട് നോക്കുന്നതിലൂടെ നമുക്ക് ഈ 3 കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വെരിക്കോസിൽ എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വന്ധ്യത വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് സ്ക്രോട്ടം ചില സമയത്ത് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ സ്ക്രോട്ടം സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നം, വെരിക്കോസിലിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കോ മറ്റോ ഉണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സ്ത്രീകളിൽ ചെയ്ത പോലെ ഹോർമോൺ ടെസ്റ്റാണ് ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകളാണ് നമുക്ക് സ്ത്രീയുടെ പ്രശ്നങ്ങൾ അറിയാനും അതുപോലെ തന്നെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അറിയാനും നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ വന്ധ്യത മാറാൻ അല്ലെങ്കിൽ ഈ വന്ധ്യത വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് റീകവറി ആവാൻ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവാൻ, നമ്മുടെ ജീവിത ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ജീവിതശൈലി ഉണ്ടാക്കേണ്ട മാറ്റമെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് മധുരം ഒഴിവാക്കി അരിഭക്ഷണം, കാർബോഹൈഡ്രേറ്റ് കുറച്ച് പച്ചക്കറികളും പഴങ്ങളും ഫ്രൂട്ട്സും അധികമായി ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനും ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ് രീതിയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി ശീലമുള്ള ആളുകൾ അത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ടെൻഷനുള്ള ആളുകൾ വളരെ എഫക്റ്റീവായിക്കൊണ്ട് പോസിറ്റീവായി സ്ട്രെസ്സ് മാനേജ് ചെയ്യുക, നല്ല രീതിയിൽ ഉറങ്ങുക, ദിവസവും മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുപോകാൻ ആണിനായാലും പെണ്ണിനായാലും സാധിക്കണം, ഈ ഒരു ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾ പ്രത്യേകിച്ച്. ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്കിത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. എല്ലാ ഇൻഫെർട്ടിലിറ്റി കേസും നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർജറി ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമുക്ക് കൗണ്ട് കുറവോ അല്ലെങ്കിൽ PCODയോ മറ്റു ഹോർമോൺ ഇംബാലൻസ് കാരണമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിട്ടൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ഈ ഇൻഫെർട്ടിലിറ്റി വന്ധ്യത നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി എന്തെങ്കിലും ചികിത്സാ രീതികളൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഹോമിയോപ്പതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. വളരെ എഫക്റ്റീവ് ആയിക്കൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചേക്കാം. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.